എന്റെ ടൈം, ദത്തന്റെ ടൈം, സാൻഡ്രയുടെ ഹാർഡ് വർക്ക്. നിന്റെ ശ്രദ്ധ കുറവുകൊണ്ട് എല്ലാം വേസ്റ്റ് ആയി. സാൻഡ്രയോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിനക്ക് ഈ ഫയലൊന്നും മറിച്ചു നോക്കായിരുന്നില്ലേ? മേലാൽ തെറ്റായ ഫയലും കൊണ്ട് ഫാക്ടറി വിസിറ്റിന് എന്റെ കൂടെ വന്നേക്കാം. ഇത് ഈ തട്ടുകടയിൽ നിന്ന് ദോശ തിന്നുന്നത് പോലെയും പേപ്പർ ചുരുട്ടി വൈറ്റ് ബോർഡിൽ സർക്കിൾ എറിയുന്നത് പോലെയുമാണെന്ന് നീ കരുതിയെങ്കിൽ തെറ്റിപ്പോയി. ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥം ഉണ്ടായാലേ അത് മനസ്സിലാവും. നിന്നെ വിശ്വസിച്ച് എനിക്കാ തെറ്റുപറ്റിയത്. I made a mistake. A grave mistake. ഹിസ്റ്ററിയാണ്. ആ ചെമ്പകപ്പൂവ് സാറിന് എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ ആ പൂവ് കാണുമ്പോ സാർ എത്ര ടെൻഷൻ ആവുന്നേ? അതിനെപ്പറ്റി എനിക്കും ശരിക്കും അറിയില്ല സാന്ദ്ര മാഡം. പണ്ടൊരിക്കലും ഇതേപോലെ ചെമ്പകപ്പൂവിനെ ഇവിടെ കണ്ട ശേഷം സാർ ഒരാഴ്ച ഓഫീസ് വന്നിട്ടില്ല. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. ആണോ? എന്നാ പിന്നെ ശ്രീലക്ഷ്മിയുടെ കാര്യം പോക്ക. ഒരു സുനാമിക്ക് സാധ്യത കാണുന്നുണ്ട്. ശരിയാണ്, ഒരു തരത്തിൽ. പക്ഷെ സാന്ദ്ര മാഡം, ചിലപ്പോ ഈ സുനാമിയൊക്കെ സ്ഥാനം തെറ്റിയും വന്നിരിക്കും. മാഡം ചെയ്ത ഫയൽ തിരിമറിയുടെ സത്യം ഫലം ഉറപ്പാണെന്നാ പറച്ചിൽ. അത് സത്കർമ്മത്തിന് മാത്രമല്ല, ദുഷ്കർമ്മത്തിനും അങ്ങനെ തന്നെയാണ്. സൂക്ഷിച്ച ദുഃഖിക്കേണ്ടെന്നർത്ഥം. അയ്യോ അമ്മേ, അയ്യോ വയ്യ, അയ്യോ അയ്യോ. ശിവൻ ചേട്ടാ, എന്തു പറ്റി? മോട്ടോർ ഓഫ് ആയതുപോലെ ഉണ്ടല്ലോ. മാഡം സാറിന്റെ കൂടെ വന്നതല്ലേ? അതെ. സാറിനെ കണ്ടായിരുന്നോ? ഇല്ല. സാർ ഇത് എവിടെ പോയി? വരൂ മാഡം, നോക്കാം. പോകുന്നു ഉറപ്പാ. ആണോ? അതേന്ന്. ഈ സ്ഥാപനത്തിൽ മനുഷ്യരില്ല, എല്ലാം മിഷനുകളാ, ജീവനുള്ള മിഷനുകൾ. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ 20 മിനിറ്റ് തരും, അത്ര തന്നെ. നിങ്ങൾക്ക് തീരെ വയ്യല്ലോ ഏട്ടാ. വയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അനിയ. ഒന്ന് ഇരുന്നാൽ ഇന്നത്തെ ശമ്പളം കിട്ടൂല. അതുകൊണ്ട് പണി ചെയ്തേ പറ്റൂ. ഞാൻ എങ്ങനെ അടയ്ക്കും? വീട്ടുകാരിക്കും
എനിക്കുള്ള മരുന്ന് എങ്ങനെ വാങ്ങിക്കും? മോഷ്ടിക്കാൻ പറ്റുമോ? ആ വിട്. എന്റെ കഷ്ടപ്പാടുകൾ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ വാ, നമുക്ക് പോയി ജോലി ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ കാരണം നിങ്ങളുടെ എല്ലാവരെയും ശമ്പളം പിടിക്കും. ആ ചേട്ടാ, ആര് ശമ്പളം പിടിക്കുമെന്നോ? മാനേജര്, അല്ലാതാര്? ഇത് എന്റെ തലവിൽ. ആ ഇങ്ങട് വാ. അനിയ, നീ കാണിക്കുന്നത് മണ്ടത്തനമാണ്. സിനിമയിലെ ഹീറോ പോലെ പെരുമാറല്ലേ, പണി പോവും. വീട്ടിൽ നിന്നെ വിശ്വസിച്ചൊരു കുടുംബമില്ലേ, നീ എന്തുകൊണ്ട് അവരെ കാര്യം ഓർക്കാത്തത്? ചേട്ടൻ ആദ്യം ഭക്ഷണം കഴിക്കും. അല്ലനിയ, ഞാൻ പറയുന്നതൊന്ന്. ചേട്ടനത് കഴിക്കും പ്ലീസ്. എനിക്ക് ദൈവങ്ങളെ പോലെ, ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന സാക്ഷാൽ ദൈവങ്ങൾ. സാർ, ഈ രാജാവ് വേഷന്മാരിൽ ഒന്നുപോലെ അങ്ങ് ഞങ്ങളുടെ രാജാവാണ്. സാർ, നമ്മുടെ ബർമൻ ഗ്രൂപ്പ് എന്നും ഒന്നാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും. അതിന് ഞങ്ങൾ ഒപ്പം ഉണ്ടാവും സാർ. അതെ സർ, നമ്മളും ഒപ്പം ഉണ്ടാവും. നമ്മുടെ ഒന്നാം സ്ഥാനത്തിനും ഉണ്ടാവും. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. ശരി, ഇനി നിങ്ങൾ ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കും. ഞാനിപ്പോ ശരി സാർ. ശരി. കുട്ടി ഈ കത്ത് തന്നിട്ട് കരഞ്ഞോണ്ട് പോയി. സർ, അങ്ങയുടെ മനസ്സ് വളരെ വലുതാണ്. ഒരു സാധാരണ തൊഴിലാളിയോട് പോലും ഇത്രയും അനുകമ്പ കാണിക്കുന്ന അങ്ങ് ഒരു ദൈവമാണ്. പക്ഷെ ഞാനൊരു സാധാരണ പെണ്ണ് മാത്രം. അങ്ങയുടെ വിലപ്പെട്ട സമയം ഇന്ന് ഞാൻ കാരണം നഷ്ടപ്പെട്ടു. സാറിന് എന്നോടുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി. ഐ എം വെരി സോറി സർ. വർമൻ ഗ്രൂപ്പിൽ ഇനി ജോലി ചെയ്യാനുള്ള യോഗ്യത എനിക്കില്ല. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം സർ. ഞാൻ പോവുകയാണ്. ഇല്ല സർ. സാർ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? ഞാൻ നിന്നെ വഴക്ക് പറയാൻ പാടില്ലായിരുന്നു. ഇല്ല സർ, തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത്. ഞാൻ കാരണം സാറിന്റെ ഒരു ദിവസം മുഴുവൻ വേസ്റ്റ് ആയി. ഇത് ലാസ്റ്റ് ആണ് സർ. ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല. നിനക്ക് മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു മിസ്റ്റേക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. സത്യത്തെ ഇപ്പൊ എനിക്ക് നിന്നോടുള്ള വിശ്വാസം കൂടുകയും ചെയ്തു. പ്ലീസ് ഗെറ്റ് ഇറ്റ്. Come on. Come. ഇവിടെ തൊഴുത്. അവിടെ അമ്പലവും പള്ളിയൊന്നും കാണുന്നില്ലല്ലോ. ഇല്ല സർ, അവിടെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്. അവിടുത്തെ ദേവിയെ പ്രാർത്ഥിച്ചാ നമുക്ക് ഒരു ആപത്തും വരില്ലെന്നോ. കൊള്ളാം. എവിടെയോ ഇരിക്കുന്ന ദൈവത്തിന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അതെ സർ, മനസ്സിൽ വിശ്വാസമുണ്ട്. പ്രാർത്ഥിച്ചാ ഫലം കിട്ടുമെന്നാ വിശ്വാസം. ഗുഡ്. അപ്പോ ഈ വിശ്വാസം തന്നെയാണോ ദൈവം എന്ന് പറയുന്നത്? ആയിരിക്കും. വിശ്വാസത്തിനും കട്ട പവറാണ് ബൈ. നീ ഫയലൊന്ന് മറിച്ചു നോക്കിയായിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കുമായിരുന്നു. വിട്. എനിവേ, നീ പുതിയ ആളാ. ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ശരി സർ, ഇനി മുതൽ ഞാൻ എല്ലാം നന്നായി പഠിക്കാൻ ശ്രമിക്കാം. ഗുഡ്. സർ, യെസ്. സാറിന് എന്താ ചെമ്പകപ്പൂ കാണുമ്പോ? സ്റ്റോപ്പ് ഇറ്റ്. സാർ, സർ. സാൻഡ്രോട് എന്റെ റൂമിലോട്ടൊന്ന് വരാൻ പറയും. പറയാം സർ. സാർ എത്ര നല്ല മനുഷ്യനാ.
ഞാനാ സാറിനെ ദേഷ്യപ്പെടുത്തുന്നത്. അമ്മ പറയാറുണ്ട്, നമുക്ക് ആരോട് ഇഷ്ടം അടുപ്പമുണ്ടോ അവരോട് നമ്മൾ ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെടുമെന്ന്. ഞാൻ നന്നായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സാർ എന്നോട് ദേഷ്യപ്പെട്ടത്. ഇനി മുതൽ സാറിന് ഏതിഷ്ടമില്ലെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ എങ്ങനെയത്? ഐഡിയ ഉണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സ്ലാം ബുക്ക് എഴുതി വാങ്ങാം. അതിലെല്ലാ കാര്യങ്ങളും കാണും. അപ്പൊ അറിയാൻ പറ്റും രവിചന്ദ്രവർമ്മൻ സാറ് ആരാണെന്ന്. ഇനിയും നമ്മളുടെ തൊഴിലാളികൾക്ക് ശിവൻപിള്ളയുടെ അവസ്ഥ വന്നാൽ, നിങ്ങൾ ആരെങ്കിലും അതിന് കൂട്ടുനിന്നാൽ, പിന്നെ ഈ കമ്പനിയിലിരിക്കാൻ നിങ്ങൾക്കൊരു സീറ്റ് ഉണ്ടാവില്ല. എല്ലാവർക്കും അത് മനസ്സിലായെങ്കിൽ പിരിഞ്ഞു പോവാം. സാൻഡ്ര, ശ്രീലക്ഷ്മി അവിടെ നിൽക്കുക. ഹലോ, എവിടെ പോകുന്നു? ശ്രീലക്ഷ്മി, ആ കാറ് രവി ചന്ദ്രവർമ്മ സാറിനെ കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? എന്നാ പിന്നെ പോവാൻ നോക്ക്. പറ്റില്ല, എനിക്ക് ശ്രീയെ കാണണം. ഇല്ല പറ്റില്ലെന്ന്. ഇല്ല, പോവാൻ പറ്റില്ലെന്ന് കാണണം. പുറത്തിറങ്ങാൻ നിക്കവിടെ. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നീയും അത് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ബാക്കി ഇപ്പൊ ഞാൻ പറയുന്നില്ല. നീ നിന്നെ വിശ്വസിച്ച് ജോലി ചെയ്യുക. മനസരസോരം പ്രണയനിലാക്കിളിനി ശാന പാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം. നീ ആരാ? എന്തിനാ എന്നെ ഫോളോ ചെയ്തത്? നിനക്ക് എന്താ വേണ്ടത്? എന്താ നിന്റെ പേര്? സർ, ഞാൻ ഈ സാറിനല്ല ഫോളോ ചെയ്തേ, അവളെയാ. അവളെയോ? ഏതവൾ? മനസ്സിലായില്ല. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോണ പയ്യനാ, ആ ശ്രീലക്ഷ്മിയെ. ശ്രീലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ? ബ്ലഡി വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടല്ലോ. വായി തോന്നിയതല്ല, സത്യം. ഈ സാറിന് എന്നെ അറിയാം. അന്ന് ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോ. ബിസിനസ് എത്തിക്സ് ഇൻക്ലൂഡ്സ് കോർപ്പറേറ്റ്സ്, ഗവൺമെന്റ്സ്, ഇൻസൈഡ് ട്രേഡിംഗ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇനി മുതൽ വർമ്മൻ ഗ്രൂപ്പിലെ എല്ലാ കമ്പനികളിലും 1 hour ബ്രേക്ക് ഉണ്ടാവും. കൂടാതെ ഓവർ ടൈം ചെയ്യുന്നതിന് എക്സ്ട്രാ പേയ്മെന്റും. ഇത് എന്റെ ഉറപ്പാണ്. ഞാൻ നക്ഷത്ര കൂടാരങ്ങളിൽ കൈയിടുന്നില്ല മോളെ. ഞാൻ നക്ഷത്രങ്ങളെ കണ്ണിറയെ കണ്ട് ആസ്വദിക്കുക. അത്രേ ഉള്ളൂ അതിനർത്ഥം. അതിനി നീ പുതിയ അർത്ഥങ്ങളൊന്നും കണ്ടുപിടിക്കണ്ട. എനിക്ക് മനസ്സിലായി.
കുറച്ച് ദിവസമായി ഞാൻ കാണുന്നു നിനക്കൊരു ഇളക്കവും പരവേശവും. ഓ പിന്നെ നിനക്ക് തോന്നുന്നതാ. ദേ എന്റെ നാത്തൂനായിട്ട് വരേണ്ടതാ. ആവശ്യമില്ലാത്ത ചിന്തകൾ വല്ലതും പൊട്ടി മുളച്ചിട്ടുണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേക്കണേ. ഓടി അവിടുന്ന്. ഇനി നിന്റെ വാചകം കേട്ട് നിന്നാലേ ഞാൻ ഓഫീസിലെത്താൻ ലേറ്റ് ആവും. അതിനു മുന്നേ എനിക്കൊരു സ്പെഷ്യൽ ജോലി ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ പോവാണ്, നീ ഇവിടെ തന്നെ നിൽക്ക്. കഴിഞ്ഞില്ല ഇതുവരെ? നീ ഇങ്ങനെ അടുപ്പില് പായസം വെച്ചിട്ട് ഇവിടെ നിന്ന് കൈകൂപ്പിയാ അത് തന്നെത്താനെ റെഡിയാവില്ല. അതിന്റെ കൂടെ നിൽക്കണം, എന്നാലേ പായസാവും. പോ അങ്ങോട്ട്. പിന്നെ പഞ്ചസാര ഈ വീട്ടിൽ ഞാനുള്ള പോലെയാ, ഒരുപാടിട്ടോ. അപ്പൊ ഞാനോ? നീ മുന്തിരി പോലെയല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. വെക്കാൻ പറ്റില്ല, ഫ്രിഡ്ജ് വീണ്ടും കേടായി. അതെയോ? റിപ്പയർ ആയോ? ആയെങ്കി ഇപ്പൊ ശരിയാക്കും. വാ. ചോദ്യത്തിനൊന്നും ഒരു കുറവുമില്ല. എത്ര നാളായി ഈ സാധനം എന്റെ തല എടുക്കുന്നതാ, കഷ്ടം തന്നെ. സരോജം, ഒരാഴ്ച കൂടി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അഡ്ജസ്റ്റ്? ഒരാഴ്ച? ഇത് പറയാൻ തുടങ്ങിയിട്ട് തന്നെ 1 വർഷമായി. ഒരു കാര്യം മാത്രം, കറികള് പത്മിനിയുടെ വീട്ടിൽ കൊണ്ട വെക്കാൻ മാത്രം പറയരുത്. അവൾക്കത് ഒട്ടും ഇഷ്ടമല്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട വെച്ചിന്റെ ദേഷ്യം അവൾക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. അമ്മ ഇനി ഫ്രിഡ്ജിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഇങ്ങനെയല്ലേ നിങ്ങളെ പോലുള്ള പാവങ്ങളെ സഹായിക്കാൻ പറ്റൂ. എന്നാ ആ സഹായം ഈ ചേട്ടന് വേണ്ട. ഞങ്ങളുടെ കടയിൽ ആകെ ഇല്ലാത്ത തുണി കോട്ടൺ സിൽക്കാ. ത്രിവിക്രമൻ വേറെ കട പോയി നോക്കും. അപ്പൊ ശരി. രാജാറാമിനൊരു കോഫി, എനിക്ക് കുറച്ച് ചൂടുള്ളൂ. സർ, രാജാറാം, ഇന്നലെ പിടിച്ചോണ്ടുവന്ന പയ്യനല്ലേ? അതെ. അവന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം. നീ അവളെ ഏൽപ്പിച്ചു. അവളിതാ ഒരു പേപ്പർ ചുരുട്ടി എറിയുന്നു. പിന്നെ മുതലാളി സന്തോഷം സഹിക്കാൻ വയ്യാതെ കൈകൊട്ടുന്നു, ചിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു? എന്താണ് ഇതൊക്കെ? എന്താണെന്ന്? ഞാൻ പറഞ്ഞ ജോലി അവൾ ചെയ്തോ ഇല്ലയോ അത് നീ പറഞ്ഞില്ല. എക്സ്പീരിയൻസ് ഉള്ളവരാരും അത് ചെയ്തില്ല എന്ന കാര്യം മറക്കരുത്. അവൾ കാരണം നമ്മളുടെ പുതിയ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ വലിയ ഡിമാൻഡ്. എന്ത് ഡിമാൻഡ്? ആ പെണ്ണെന്തോ വായി തോന്നിയത് പറഞ്ഞു. നീയാണ് അതിൽ നിന്നൊരു ഐഡിയ ഉണ്ടാക്കിയത്. അതിൽ അവൾക്കെന്താ പങ്ക്? നോക്ക് രവി, എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്.
നിന്റെ ഈ മാറ്റം കമ്പനിയിൽ പലരും മനസ്സിലാക്കി കഴിഞ്ഞു. അതിനിയും കൂടുതൽ വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നാട്ടിൽ ചക്രവർത്തി ആയിരിക്കാം, പക്ഷേ ഒരു പെണ്ണിന്റെ ചന്തത്തിൽ വീണുപോയ ചക്രവർത്തിയും മെഴുകുതിരി പോലെ ആയിപ്പോവും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ശ്രീലക്ഷ്മി മാഡം. കൺഗ്രാറ്റുലേഷനോ? ആ, ഇവിടെ ഇന്നലെ ഞങ്ങൾക്ക് എല്ലാവരും ഗുഡ് ന്യൂസ് കിട്ടി. അന്വേഷിച്ചാൽ മതി, മനസ്സിലാവും. അല്ല, ഇതെന്താ പാത്രത്തില്? പ്രത്യേകിച്ചൊന്നുമില്ല. സാറിനെ ഒന്ന് കാണണം. അവിടെ അകത്തില്ലേ? പൊയ്ക്കോളൂ, സാറകത്തുണ്ട്. ചിലപ്പോ ശ്രീലക്ഷ്മി മാഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാവും. ചെന്നാട്ടെ. എല്ലാവരുടെ വീട്ടിലും എല്ലാ ജോലിയും ചെയ്യാൻ മെഷീനുണ്ട്. ആ, നമ്മുടെ വീട്ടിലും ഉണ്ട് ഒരു മെഷീൻ. അത് പക്ഷേ വീഡിയോകോണും ഗോദറേജും ഒന്നും അല്ല, സരോജം. സരോജം വാഷിംഗ് മെഷീൻ, സരോജം മിക്സി, സരോജം പ്രഷർ കുക്കർ, സരോജം തൂത്തുവാരൻ, സരോജം വലേടി, സരോജം കഴുകി തുടയ്ക്കൽ. ആ, ഒരു ദിവസം ഈ സരോജത്തിന് കൊണ്ടങ്ങ് ഇളകും. അപ്പൊ കാണാം അച്ഛനും മോളും സമാധാനായിട്ട് ഈ വീട്ടിൽ എങ്ങനെ കിടന്നുറങ്ങുമെന്ന്. ഓഹോ, അപ്പൊ ഇത് ഇവരുടെ പണിയാണല്ലേ? പുതിയ ഫ്രിഡ്ജ് വാങ്ങിയത് എന്നെ കാണിക്കാൻ വേണ്ടി നമ്മുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അപ്പൊ അവരുടെ മറ്റേ ഫ്രിഡ്ജോ? ഓ, അത് ചീത്തയായി കാണും. അവക്ക് അത് തന്നെ വേണം. ഓ, പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോ ഉടനെ നിപ്പ് കണ്ടില്ലേ? എന്താ ഒരു നെകളിപ്പ്. ഒന്ന് മാറി ചേട്ടാ അവിടുന്ന്. ഇങ്ങനെ നടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. സമയമാകുമ്പോഴേ എല്ലാരും അങ്ങ് വിളിക്കും, അങ്ങ് മോളീന്ന്. അത്ര വാങ്ങിയത് നമുക്കല്ല, നിങ്ങൾക്ക് വേണ്ടിട്ടാ. നമുക്ക് വേണ്ടിട്ടോ? അതെ ചേച്ചി, വിശ്വാസമായില്ലേ? എല്ലാം ചേട്ടന്റെ പ്ലാനാ. സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചു നോക്ക്. ചേട്ടാ, ചേട്ടനൊന്ന് വന്നേ. ഞാൻ എല്ലാം കേട്ടു. അതെ, ഇത് എന്റെ മാത്രം പ്ലാൻ അല്ല, നിങ്ങളുടെ ഈ മരുമകന്റെ കൂടി പ്ലാനാ. കളറ്, ബ്രാൻഡ് എല്ലാം അവനാ സെലക്ട് ചെയ്തത് അല്ലേടാ? അതെ അതെ, ഞാനാ. അയ്യോ, ഇതൊന്നും ശരിയാവൂല, പ്രശ്നാവും. ആ, സരോജൻ ചേച്ചിയല്ലേ ആള്. ഓസിന് കിട്ടുന്ന എന്തെങ്കിലും വേണ്ടെന്ന് വെക്കോ. ചേട്ടൻ നോക്കിക്കോ, അവര് പോയതുപോലെ തന്നെ തിരിച്ചു വരും. നമ്മൾ അല്പം വെയിറ്റ് ചെയ്താ മതി. നീ വാടാ. താനെന്ത് ഇനി ഇവിടെ നിൽക്കുന്നത്? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഗോ ബാക്ക് ടു വർക്ക്. ഗോ. അതായത് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ നേരിട്ട് വന്നു പറഞ്ഞു നിങ്ങളുടെ വിവാഹം ആയെന്ന്. അയ്യോ കള്ളം, ഒരിക്കലും അത് ശരിയല്ല മാഡം. സോറി, എനിക്ക് നിന്നെ വിശ്വാസമില്ല. അല്ലെങ്കിൽ തന്നെ നീ എന്നാ സത്യം പറയാൻ പഠിക്കുന്നത്? അറ്റ്ലീസ്റ്റ് ജോയിനിങ് സിറ്റുവേഷനിലെങ്കിലും നീ അത് പറഞ്ഞിരുന്നെങ്കിൽ വേറെ ഡിസേർവിംഗ് കാൻഡിഡേറ്റ്സിന് അവസരം കിട്ടുമായിരുന്നു. ഈ പോസ്റ്റിന് സിംഗിൾ ആയി ജീവിക്കുന്ന ഒരാളെ ആയിരുന്നു ആവശ്യം. മാഡം, ഞാൻ സ്റ്റോപ്പ് ഇറ്റ്.
ഏതായാലും ഒരു കാര്യം എനിക്ക് ബോധ്യമായി, നീ ആളൊരു ഫേക്ക് ആണെന്ന്. അടിമുടി കള്ളത്തരവാ കയ്യില്. സാറിനെ പറ്റിച്ച് ഓഫീസിൽ കയറിയ ചീറ്റ്. യു റിമെമ്പർ വൺ തിങ്, നമ്മുടെ ക്ലയന്റിന് മുമ്പിൽ ഏത് പ്രസന്റേഷൻ നടത്തുന്നതിന് മുമ്പും എനിക്കത് കാണണം. സർ, ഈ പരസ്യം മാത്രമല്ല, ഈ ഓഫീസിൽ നിന്ന് പോകുന്ന ഓരോ മെയിലിലും നമ്മുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകണം. യു ഗോട്ട് മീ? യെസ് സർ. ഗുഡ്. ഇപ്പൊ ഇനി വേസ്റ്റ് ചെയ്യാൻ നമുക്കൊട്ടും സമയമില്ല. മാർക്കറ്റിലെ തടസ്സങ്ങളെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. നമ്മൾ നമ്മളുടെ ഗോൾ നേടും. യു ക്യാരി ഓൺ. യെസ് സർ. സർ, രക്ഷപ്പെട്ടു. അങ്ങനെ ഇത് അപ്രൂവൽ ആയി അല്ലേ മാഡം? അതെ. വാ, ഇനി റിലാക്സ് ആയിട്ട് ഭക്ഷണം കഴിക്കാം. വാ. ശ്രീലക്ഷ്മി, വരൂ, ക്യാൻറ്റീനിൽ പോവാം. ഇല്ല, നിങ്ങൾ പോയിക്കോ. എന്താ ഡയറ്റ് ആണോ? ഏയ്, എനിക്ക് വിശപ്പില്ല. ആ, നിങ്ങൾ വാ. പോയിരുന്നോ? എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അതിനെന്താ, ഇനി പോകുമ്പോ ഞാൻ കൂടി വരാം. ആയിക്കോട്ടെ. നീ നോക്കടി. എന്താ സുദർശൻ ചേട്ടാ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഇതൊരു ഫ്രിഡ്ജല്ലേ? ഞങ്ങളൊക്കെ ഇതിനെ ഫ്രിഡ്ജ് എന്ന് തന്നെ വിളിക്കുന്നേ. ചേട്ടന് മാത്രം എന്താ എത്ര സംശയം? അല്ല, ഇത് ഇവിടെ അത് തന്നെ ഞങ്ങൾ സരോജൻ ചേച്ചിയോട് ചോദിച്ചത്. പക്ഷെ ചേച്ചി ഒരു അക്ഷരവും പറഞ്ഞില്ല. മാത്രല്ല, കുട്ടികളൊന്നും ഇത് മറിച്ചിടാതിരിക്കാൻ ഫുൾ ടൈം ഇവിടെ കാവലുമായിരുന്നു. എട്ട് പോലും പൊട്ടിച്ചിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ എന്ന് അങ്ങനെ ഞാനും കരുതി. അത്രേ ഉള്ളൂ. എന്താ സരോജം, നിനക്ക് തലയ്ക്ക് ബോധമില്ലാത്തത്? ഇത് നമ്മൾ എടുത്താ നാളെ അവരുടെ മുമ്പിൽ പോയി തലയുയർത്തി നിൽക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമെന്ന്? കഷ്ടം. ഓ, ഒരു കഷ്ടവും ഇല്ല. പണ്ട് സ്വന്തമായിരുന്ന കടയിലെ ഇപ്പൊ എടുത്തു കൊടുപ്പുകാരനെ ജോലിക്ക് പോകുന്നത്ര നാണക്കേടില്ല ഒന്നിനും. നിർത്തടി നിന്റെ സംസാരം. ഞാനവിടെ പോയിട്ട് പണിയെടുത്തിട്ടാണ് ശമ്പളം വാങ്ങണത്. അല്ലാതെ ഇതുപോലെ അയാളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി ഓശാരം വാങ്ങിച്ചിട്ടല്ല. ഏതായാലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചില്ലേ, അവന്റെ തോന്നിയാസം ഇന്ന് ഞാൻ തീർത്തു കൊടുക്കാം. നോക്കിക്കോ. അയ്യോ ശ്രീരജ, ഇങ്ങോട്ടും അവകാശം? എവിടുത്തെ അവകാശം? ആരുടെ അവകാശം? എനിക്ക് മനസ്സിലായില്ല. ഒരു അമ്മാവൻ എന്ന നിലയിൽ എന്റെ അവകാശം. നോക്കിയേട്ടാ, നിങ്ങളുടെ മകൾ എന്റെ വീട്ടിലെ മരുമകളാകാൻ പോവുകയാണ്. അപ്പൊ അവളുടെ വീട്ടിലേക്ക് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങി തന്നതിൽ എന്ത് കുഴപ്പം? ഇതൊക്കെ ഒരു നാട്ടു നടപ്പല്ലേ? ആയിരിക്കാം, ആണ്. പക്ഷെ എന്റെ മകൾ നിങ്ങളുടെ മരുമകളാകുന്നത് കല്യാണം കഴിഞ്ഞിട്ടാ. അത് നടന്നിട്ടില്ല. ഒന്നാമത് ഈ കല്യാണത്തിന് ശ്രീലക്ഷ്മി സമ്മതിക്കാതെ ഞാനിത് നടത്തി തരില്ല. അവൾ ഇഷ്ടപ്പെട്ട പയ്യന് മാത്രമേ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കൂ. പരിപാടിയായി പോയി. വിലയ്ക്ക് വാങ്ങാൻ നിങ്ങളാര്? ഭൂലോക പണക്കാരനോ? ചേടാ, ഒരു നല്ല മനസ്സ് തോന്നി നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോ സന്തോഷം. പക്ഷെ നിങ്ങളുടെ നല്ല കാര്യം ഞങ്ങൾക്ക് ചീത്ത കാര്യമാണ്. നോക്ക് ത്രിവിക്രമ, നിങ്ങൾ സമ്പത്തുള്ള ആളാ. നിങ്ങൾ എന്തും പണം കൊടുത്തു വാങ്ങും, നന്നായിട്ടറിയാം. പക്ഷേ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് അഭിമാനം മാത്രമേ സമ്പത്തായിട്ടുള്ളൂ. ദയവ് ചെയ്ത് അതിന് കളങ്കം വരുത്തരുത്. ഇതൊരപേക്ഷയാണ്. എന്ത്? അതത്ത ഹോൾഡ് ഓൺ. പറയൂ രാജാറാം, എന്താ അന്വേഷണം?
കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു സർ. സത്യത്തിൽ ശ്രീലക്ഷ്മി കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല. പയ്യന്റെ അച്ഛൻ കാര്യമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ സുദർശനും സമ്മതിച്ചിട്ടില്ല എന്നതാണ് സത്യം. ബ്ലഡി ഫൂൾ. പിന്നെന്തിനാ പയ്യൻ കല്യാണം ഫിക്സ് ആയെന്ന് പറഞ്ഞു നടക്കുന്ന വെറുതെ ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കാൻ? സർ, ആ പയ്യൻ ശ്രീലക്ഷ്മിയുടെ പിന്നാലെ വെറുതെ നടക്കുന്നതാണ് സർ. അച്ഛനാണ് പ്രധാന സപ്പോർട്ട്. പക്ഷേ ശ്രീലക്ഷ്മി... മനസ്സിലായി. കിട്ടിയ വിവരങ്ങളൊക്കെ കൃത്യമല്ല രാജാറാം. ഇൻഫർമേഷൻ തെറ്റൊന്നുമില്ലല്ലോ. സോറി, എന്റെ ഇൻവെസ്റ്റിഗേഷനിൽ തെറ്റ് പറ്റിയതായി എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ സാറിന്? എങ്കിൽ ഞാൻ പറയാം എങ്ങനെയാ ഞാനിത് മനസ്സിലാക്കിയതെന്ന്. മുതൽ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. പക്ഷെ നിന്നെ കണ്ടില്ല അല്ലേ? ആ ശരി ശരി. സാർ എന്തിനാ തടഞ്ഞു നിർത്തിയ? നമ്മുടെ ദീപുവിന്റെ ഫോട്ടോ കാണിച്ച് അവൻ ആര്, അവൻ നീയുമായിട്ട് എന്ത് ബന്ധം, അവൻ നിന്നെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നേ എന്നൊക്കെ ചോദിച്ചു. ദൈവമേ, സത്യാണോ നീ പറയുന്നത്? അതെ ശ്രീ. ദീപു അവിടെ ഓഫീസിൽ ചെന്ന് നീ അവനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞെന്ന്. അവൻ അവിടെ ആകെ കുഴപ്പമാക്കിയ ലക്ഷണ. പക്ഷെ നീയത് കാര്യാക്കണ്ട. നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് ഞാൻ ആ മൊട്ടത്തലയൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങേര് ഈ വിവരം നിന്റെ രവിവർമ്മൻ സാറിനോട് പറഞ്ഞോളൂ. ഈ ദീപു എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവൻ കാരണം ഓഫീസിൽ ഞാൻ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളെ നേരിടേണ്ടെന്ന് ആർക്കറിയാം. കഷ്ടം. തൽക്കാലം നീ അയാളെ കുറിച്ച് ആലോചിച്ചാ മതി. ദീപുവിനെ മറന്നേക്ക്. അതോടെ തീരും ഈ പ്രശ്നം മുഴുവനും. കൺഫ്യൂഷനായി. പക്ഷെ സാറ് മാത്രം എന്നോടൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. ഇന്നലെ ആണെങ്കിൽ സാർ എന്നോട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിച്ചു, വെട്ടിമുറിച്ച പോലെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സാർ. ഞാൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി. പിന്നീട് സാർ എനിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴാ എനിക്ക് സന്തോഷമായത്. ഇന്ന് ചോറ് കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു. ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല, സാധാരണ ചോറ്. ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും. ഹോംലി മീൽസാ. ഓക്കേ, ഐ ലൈക്ക് ഹോംലി മീൽസ്. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ സാറിനും ചോറ് കൊണ്ടുവരാം. ഓക്കെ, ആയിക്കോട്ടെ. ലക്ഷ്മി വേണം എന്റെ ഫോൺ കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ. ഫോൺ ആര് ഫോൺ വിളിച്ചാലും ഞാൻ മീറ്റിംഗിൽ ബിസിയാണെന്ന് പറഞ്ഞാൽ മതി. ഇന്നത്തെ അപ്പോയിന്റ്മെന്റ് ഒക്കെ നാളത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞേക്കൂ. ഓക്കെ സർ, അങ്ങനെ ചെയ്യാം. സർ, ഐ ഗോട്ട് ദി ഫയൽ. താങ്ക് യു സർ. ശ്രീലക്ഷ്മി, ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉമ്മയെടുത്തൊന്ന് ഡിസ്കസ് ചെയ്തോളൂ.